അത് പ്രതിപക്ഷ നേതാവ് എല്ലാ ഘട്ടത്തിലും ചെയ്യുന്നത് പോലെ BJPയെ സഹായിക്കുക എന്നുള്ളത് അദ്ദേഹത്തിന്റെ എല്ലാ ഘട്ടത്തിലെയും അജണ്ടയാണ്. BJP പ്രതിക്കൂട്ടിൽ നിൽക്കുന്ന ഒരു ഘട്ടത്തിൽ സഹായഹസ്തവുമായിട്ട് രംഗത്തിറങ്ങിയിരിക്കുകയാണ് പ്രതിപക്ഷ നേതാവ് എന്നത് വളരെ വ്യക്തമല്ലേ. BLOമാരുടെ ആത്മഹത്യ കേരളത്തിൽ മാത്രമല്ല, കഴിഞ്ഞ ദിവസം നിങ്ങൾ വാർത്ത വായിച്ചിട്ടുണ്ട്, രാജസ്ഥാനിലൊരു BLO ആത്മഹത്യ ചെയ്തു, പശ്ചിമ ബംഗാളിൽ മറ്റൊരു BLO ആത്മഹത്യ ചെയ്തു. ഈ രണ്ടുപേരും ആത്മഹത്യ ചെയ്തത് ഈ ചെറിയ സമയം കൊണ്ട് ടാർഗറ്റ് നിശ്ചയിച്ച് ആ ടാർഗറ്റ് പൂർത്തിയാകാത്തതിന്റെ ഭാഗമായി മേലുദ്യോഗസ്ഥരെ ഭീഷണിപ്പെടുത്തി എന്നൊക്കെ പറഞ്ഞിട്ടാണ് രണ്ടിടങ്ങളിലും ആത്മഹത്യ ഉണ്ടായത്. ഇവിടെ സംഭവിച്ചെന്താ? ഏറ്റുകൊടുക്കയിൽ BLOയുടെ ആത്മഹത്യ ചെയ്ത BLOയുടെ പിതാവ് തന്നെ പറയാണ്, അച്ഛൻ തന്നെ പറയാണ്, മകൻ ആത്മഹത്യ ചെയ്തത് ജോലി സമ്മർദ്ദം കൊണ്ടാണ്. തലേ ദിവസം പുലർച്ചെ 2 മണിവരെ അവൻ ഉറങ്ങാതെ ജോലി ചെയ്യുകയായിരുന്നു. പറഞ്ഞത് വീട്ടിലുള്ള കുടുംബക്കാരാണ്. അത് VD സതീശന് വിശ്വസിക്കാൻ പറ്റൂല. അദ്ദേഹം പ്രതിപക്ഷ നേതാവ് അത് കണക്കിലെടുക്കാതെ നേരെ എങ്ങനെയെങ്കിലും ഇത് CPMന്റെ പെടലിയിൽ വെക്കാൻ വേണ്ടി കഴിയുമോ എന്നാണ് അദ്ദേഹം ഗവേഷണം നടത്തിക്കൊണ്ടിരിക്കുന്നത്. യഥാർത്ഥത്തിൽ BJP അമിത്ഷായുടെ ഡെപ്യൂട്ടി സെക്രട്ടറിയായി പ്രവർത്തിച്ചിട്ടുള്ള ജ്ഞാനേഷ് കുമാറിനെ ചീഫ് ഇലക്ഷൻ കമ്മീഷണറായിട്ട് അപ്പോയിന്റ് ചെയ്തതിന് ശേഷം രാജ്യത്തിന്റെ വിവിധ മേഖലകളിൽ നടക്കുന്ന സംഭവം നമ്മൾ കാണുന്നതാണ്. ഈ SIR എന്ന് പറയുന്നത് അതിന്റെ ലക്ഷ്യമെന്താണ് എന്നുള്ളത് രാഹുൽ ഗാന്ധി തന്നെ, കോൺഗ്രസിന്റെ നേതാവ് രാഹുൽ ഗാന്ധി തന്നെ നാടിനോട് വിളിച്ചു പറഞ്ഞതാണ്. എന്നാൽ കേരളത്തിലെ പ്രതിപക്ഷ നേതാവിന് അദ്ദേഹത്തിന്റെ തന്നെ നേതാവായിട്ടുള്ള രാഹുൽ ഗാന്ധിയല്ല വിശ്വാസം. RSS പറയുന്ന, BJP പറയുന്ന വേർഷനാണ് പ്രതിപക്ഷ നേതാവിന് പഥ്യം. അതിന്റെ ഭാഗമായിട്ട് BJPയെ രക്ഷപ്പെടുത്താൻ വേണ്ടിയിട്ടാണ് ഇപ്പോൾ പ്രതിപക്ഷ നേതാവ് രംഗത്ത് വന്നിട്ടുള്ളത്. വീട്ടിലുള്ള കുടുംബക്കാർ പറയുന്നു ജോലി സമ്മർദ്ദം കൊണ്ടാണെന്ന്, നാട്ടുകാർ മുഴുവൻ അത് പറയുന്നു. എന്നാൽ ഇപ്പോഴ് പ്രതിപക്ഷ നേതാവ് ഇങ്ങനെ പുതിയൊരു കഥയുമായിട്ട് രംഗത്ത് വന്നതിന്റെ പിന്നിലുള്ള ലക്ഷ്യം BJPയെ സഹായിക്കാൻ വേണ്ടിയാണ് എന്നുള്ളത് വളരെ വളരെ വ്യക്തമാണ്. ഞാൻ നേരത്തെ പറഞ്ഞു, ഇന്ത്യയിൽ ഇതിനു മുമ്പ് വിവിധ ഇടങ്ങളിൽ ആത്മഹത്യ ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുക. ചുരുങ്ങിയ സമയം കൊണ്ട് ഒരു മനുഷ്യന് ചെയ്തു തീർക്കാൻ വേണ്ടി കഴിയാത്ത സമയം കൊണ്ട് ലക്ഷ്യം ടാർഗറ്റ് നിശ്ചയിച്ചുകൊണ്ട് സർക്കാർ ഉദ്യോഗസ്ഥരെ പ്രവർത്തിപ്പിക്കുകയാണ്. ഇവിടെ കേരളത്തിലുള്ള സ്ഥിതി എന്താ? തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്കുള്ള തെരഞ്ഞെടുപ്പ് നടക്കുകയാണ്. കേരളത്തിലെ ചീഫ് ഇലക്ടറൽ ഓഫീസർ, മുഖ്യ തെരഞ്ഞെടുപ്പ് ഉദ്യോഗസ്ഥൻ ഡോക്ടർ രത്തൻ കേൽക്കർ ഉൾപ്പെടെയുള്ള ഉദ്യോഗസ്ഥർ, അതോടൊപ്പം തന്നെ കേരളത്തിലെ BJP ഒഴികെയുള്ള എല്ലാ രാഷ്ട്രീയ കക്ഷികളും ഒറ്റക്കെട്ടായി പറഞ്ഞു കേരളത്തിലെ SIR നടപടികൾ നിർത്തിവെക്കണം, അത് തെരഞ്ഞെടുപ്പിന് ശേഷം വേണം എന്ന് പറഞ്ഞിട്ട് പോലും മുഖ്യ തെരഞ്ഞെടുപ്പ് കമ്മീഷണറോ അല്ലെങ്കിൽ കേന്ദ്ര തെരഞ്ഞെടുപ്പ് കമ്മീഷനോ അത് അംഗീകരിക്കാൻ തയ്യാറായില്ല. എന്തുകൊണ്ട് അംഗീകരിക്കാത്തത്? BJPയുടെ സമ്മർദ്ദമാണ്. ആ സമ്മർദ്ദത്തിന്റെ ഫലമായിട്ടാണ് ഈ ആത്മഹത്യ ഉണ്ടായിട്ടുള്ളത്. ഏറ്റുകൊടുക്കയിലുള്ള ആത്മഹത്യയുടെ ഉത്തരവാദി 1ാം പ്രതി BJPയാണ്. ആ BJPയെ എങ്ങനെയെങ്കിലും രക്ഷപ്പെടുത്താൻ വേണ്ടിയിട്ടാണ് VD സതീശൻ ഇപ്പോൾ രംഗത്തിറങ്ങിയിട്ടുള്ളത്.